ചോദ്യം ഇതാണ്, 100⁻10 എത്ര അഭാജ്യ ഘടകങ്ങളുണ്ട്? പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഘടകങ്ങളല്ല, അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണാനാണ് പറയുന്നത്. എളുപ്പമാണ്. ആദ്യം 100ന് ഒന്ന് ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ച് ഒന്ന് വെട്ടി ചെറുതാക്കാനാണ് ഞാൻ പറഞ്ഞത്. 2 വെച്ച് കട്ട് ചെയ്തോട്ടെ. 100നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 50 ആണ്. 50നെ വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യാം. 50നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 25 ആണ്. 25നെ എത്ര വെച്ച് കട്ട് ചെയ്യാം? 5 വെച്ചല്ലേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 25നെ 5 വെച്ച് കട്ട് ചെയ്യുമ്പം 5 ആണ്. കഴിഞ്ഞല്ലോ. അപ്പം 100 എന്ന സംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ 2 ഗുണം 5 ഗുണം 5 എന്ന് എഴുതാം അല്ലേ? ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 2 ഗുണം 2 2 സ്ക്വയറാണ്. 5 ഗുണം 5 5 സ്ക്വയറാണ്. അപ്പം 100നെ 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമെന്നാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്കറിയാവുന്ന കഥ തന്നെ. ശരി, നമുക്കിനി ചോദ്യത്തിലോട്ട് വരാം. ചോദ്യം എന്താ? 100⁻10 ആണ് ചോദ്യം. അപ്പം 100ൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ എക്സ്പ്രഷൻ ഇട്ടോട്ടെ. 100ന് പകരം എന്തിടാം? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം. പവർ പുറത്തുണ്ട് 10. ഓക്കെ ആണോ? ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, പുറത്തെ പവർ അകത്തോട്ട് കയറണമെങ്കിൽ ആ 10 എന്ന പവർ കോമണാണ് ഇവർക്ക് രണ്ടുപേർക്കും അല്ലേ? അപ്പം 10 അകത്തോട്ട് ഗുണിച്ച് കയറി വരും. 2നും ആ 10 എന്ന പവർ ബാധകമാ, 5നും ആ 10 എന്ന പവർ ബാധകമാ. പുറത്തെ പവർ അകത്തോട്ട് കയറാൻ, ഔട്ടർ പവർ ഇൻവേഴ്സിലേക്ക് കയറാൻ ഗുണിച്ച് മാത്രമേ കയറത്തുള്ളൂ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 2 2ൻ്റെ പവറായ 2ലേക്ക് 10 ഗുണിച്ച് കയറുമ്പം 20 ഇൻറ്റു 5ൻ്റെ പവറായ 2ലേക്ക് 10 ഗുണിച്ച് കയറുമ്പം 20. അപ്പം 100⁻10നെ നമുക്ക് വേണ്ടി ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ ആണോ? നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്ന നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആ കാണണ്ടേ. ഒന്നുമില്ല, ഈ ഒരു എക്സ്പ്രഷനിലെ പവറുകൾ കണ്ടോ? ഇവിടെ ഒരു 20, ഇവിടെ ഒരു 20 അല്ലേ? അത് രണ്ടും കൂടെ അങ്ങ് കൂട്ടി വെച്ചാൽ മതി. 20 + 20. അപ്പം എത്ര പ്രൈം ഫാക്ടേഴ്സ് ആവാനുള്ളത്? 40 പ്രൈം ഫാക്ടേഴ്സ് ആണ് 100⁻10 എന്ന സംഖ്യയ്ക്കുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.